ഇവിടെയൊന്നും മൗലിദില്ല കേട്ടോ. സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട്. അവിടുത്തെ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലും മക്കത്തും മദീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാകുന്നെന്ന് പേര് പറയും കേട്ടാ. പോകുമ്പോ ചെല്ലിയ മദർ മൗലിദ് വരുമ്പോ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ചെറുക്കാവും. എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഈ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലുള്ള സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ മേലെ ഖുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നവവി റഹിമഹുള്ളയുടെ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിലും അത്യാദിയുള്ള സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാവോ? അല്ല, അത് കളവായിട്ടല്ല. ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ ഖുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട്, വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണം ഏറ്റെടുത്തപ്പോൾ കെട്ടിപ്പൊക്കിയ മുഴുവൻ ഖബറും അടിച്ചു പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഖലീഫയായപ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് അബുൽ ഹയ്യാജുൽ അസ്ലി വിളിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്നുണ്ട്, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച ദൗത്യമുണ്ട്, ആ ദൗത്യത്തിനില്ല ഇപ്പോൾ ഞാൻ താങ്കളെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദൗത്യം ഏൽപ്പിച്ചു. അതിൽ ഒരു ദൗത്യം വലാ ഖബറൻ മുസ്ലിഫാ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന ഏതൊക്കെ ഖബറുണ്ടോ ആ ഖബറൊക്കെ നിരപ്പാക്കാതെ നീ വിട്ടുകളയാൻ പാടില്ല എന്ന് പണ്ട് നബിതങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് മക്ക ഫതഹിന്റെ അന്ന്. അതിനാൽ ഇപ്പോൾ ഞാൻ നിന്നെ ആ ദൗത്യത്തിന് പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബുൽ ഹയ്യാജുൽ അസദിയെ അലി അബി ത്വാലിബ് പറഞ്ഞയക്കുന്നത്. ഖബറാണ് എന്ന് അറിയാവുന്ന നിലക്ക് ഒരു ചാണ് മാത്രം ബാക്കിയാക്കുക, അല്ലെങ്കിൽ അനാദരിക്കപ്പെട്ടു പോയേക്കാം. നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന അവസാന സന്ദർഭങ്ങളിൽ പോലും നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന്. നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന ആ സമയത്ത് പോലും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു. കാരണം അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. എന്തിനാണ് നബി തങ്ങൾ വഫാത്താകാൻ സമയത്ത് പോലും അത് പറഞ്ഞത്? ആയിഷ ബി പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാനുള്ള താക്കീതാണ് നബി തങ്ങൾ നൽകിയത്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നു. പക്ഷേ ആ ഖബറെങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് പിന്നെ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമോ, പള്ളിയാക്കി മാറ്റപ്പെടുമോ എന്ന ഭയം കാരണം ഞങ്ങൾ അതിനെ ഉള്ളിൽ തന്നെയാക്കി, അല്ലെങ്കിൽ ആ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നുവെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്.